നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയത്തിലെ നമുക്കറിയാം കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്. അതിലെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് DOD അഥവാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആ ടോപ്പിക്കിനെ പറ്റിയിട്ടും ആ ടോപ്പിക് എന്താണെന്നും അതേപോലെ തന്നെ അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഔട്ട് ഓഫ് നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ഹൗ മെനി മോൾസ് ആർ ഡിസോസിയേറ്റഡ്. അതായത് നമ്മൾ കുറച്ച് നമ്പർ ഓഫ് മോൾസ് n നമ്പർ ഓഫ് മോൾസ് എടുത്തു, അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റ് ചെയ്തു, അതിൻ്റെ അളവിനാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ. അതായത് എത്ര നമ്പർ ഓഫ് മോൾസ് നമ്മൾ എടുത്തു, അതിൽ നിന്ന് എത്ര എണ്ണം ഡിസോസിയേറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പം നമ്മൾ ഒരു മോൾ എടുത്തെന്ന് വെച്ചോ, ഒരു മോൾ എടുത്തു, അതിൽ X മോൾ ഡിസോസിയേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് X ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ 1. അപ്പം നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ x/1 = 1. ഇനി നമ്മളിപ്പം 2 മോൾ എടുത്തു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 2x ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ DOD എത്രയാണ്? 2x/x = x. അപ്പം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് എടുക്കുകയാണ്, മോൾസ് ഡിസോസിയേറ്റഡ് x ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയായിരിക്കും? x/a. അപ്പം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വരുന്നത്. ഇനിയിപ്പം നമ്മളെടുത്ത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈക്വൽ ടു x എന്ന് പറഞ്ഞ് തന്നു വെച്ചോ. അപ്പം ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മോൾ ഡിസോസിയേറ്റ് ചെയ്യാൻ, 1 മോൾ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ട ഫോം ചെയ്യുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് x. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ 1 മോളിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് x എന്നാണ് പറയുക. ഇനിയിപ്പം അപ്പം 2 മോൾ ആണെങ്കിൽ എന്താ വരിക? 2 മോൾ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 2x ആയിരിക്കും. അങ്ങനെ ഇവിടെ പറയുന്നത് 1 മോളിൻ്റെതാണ്. ഇനി സപ്പോസ് പെർസെൻറ്റേജിൻ്റെ കേസിൽ പറയും, ചിലപ്പോൾ പെർസെൻറ്റേജിൻ്റെ കേസിലാണ് പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് പറയുക. അപ്പം നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈക്വൽ ടു എന്താ പറയുക, പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്കൊരു 50 ഒക്കെ തന്നു വെച്ചോ. 50% ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ആയിരിക്കും. അപ്പം നമുക്കത് 50 ആയിട്ടാണ് തന്നിരിക്കുന്നെങ്കിൽ 50/100 ആയിരിക്കും നമ്മുടെ 0.5 ആയിരിക്കും നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൽ തന്നാൽ എപ്പോഴും ഈക്വൽ ടു 100 എടുക്കണം, എന്നിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 0.5 ആയിട്ട് വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2a gives 3b plus c. At starting 3 moles of A is taken and if the DOD is x, that is degree of dissociation is x, calculate the total number of moles at equilibrium. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയമാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഈ റിയാക്ഷൻ എടുത്തെഴുതുക അല്ലേ. എന്താണ്? 2a gives 3b plus c. എല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ h സ്റ്റാർട്ടിംഗ് എന്നാണ് പറഞ്ഞത്, അതായത് t = 0 ആയിരിക്കും, റിയാക്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അവിടെയുള്ള DOD എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈക്വൽ ടു x ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് 1 മോളിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് x. നമുക്കിവിടെ 3 മോളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 മോളിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്തായിരിക്കും? 3 മോൾ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 3x ആയിരിക്കും വരിക. അതായത് 3x മോൾ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും.
അപ്പം ആകെ നമുക്കുള്ള 3 മോളിന്ന് 3x മോൾ ഡിസോസിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതുക? 3 - 3x, അതാണ് എ ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് മോൾ ആണല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ആണല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. ഇനി ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ബി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്തിട്ട് എഴുതുക. അതായത് 2, 3, 1 ഇതാണല്ലേ 3 കോഎഫിഷ്യൻറ്റ്. ഇതിലെന്താ 2 gives 3 ആണ് അല്ലേ. 2 gives 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 3x ആണ്. അപ്പം 3x × 3 എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ 2 മോളാകുമ്പോൾ 3 ആണ് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുന്നത് 3x ആണ്. അപ്പം 3x ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കാണേണ്ടത്? അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x × 3/2 എന്ന് പറയുമ്പോൾ 9x/2 എന്ന് കിട്ടും. അപ്പം ഇവിടെ വരുന്നത് എന്താണ്? 9x/2 ആണ്. ഇനി സീൻ്റെ കേസിലാണെങ്കിൽ 2 gives 1 ആണ് അല്ലേ. 2 gives 1 എന്ന് പറയുമ്പോൾ അതും ഇതേപോലെ അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2a + 3b gives 4c + 5d. Initially 3 moles of A and 2 moles of B are taken. If 30% of A is dissociated at equilibrium, calculate the total number of moles at equilibrium. അതായത് നമുക്ക് തന്നത് ഇനീഷ്യൽ എ ആൻഡ് ബി എത്ര മോൾസാണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് ഇക്വിലിബ്രിയം ഇൻ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ആണ് കാണേണ്ടത്. ഇത് നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ റിയാക്ഷൻ താഴത്തേക്ക് എടുത്ത് എഴുതുക അല്ലേ. 2a + 3b gives 4c + 5d. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് എത്രയാ? t = 0 അല്ലേ. റിയാക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ് നമുക്ക് എന്താണ് 3 moles of A ഉണ്ട്, 2 moles of B ഉണ്ട്. ബാക്കി രണ്ടും നമുക്കറിയില്ല. അപ്പം അറ്റ് ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയത്തിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നടന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നടക്കാനാണ് പെർസെൻറ്റേജ് 30 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 30 ആയതുകൊണ്ട് എന്തായിരിക്കും? അപ്പോൾ =100 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം 30/100 എന്ന് പറയുമ്പോൾ 0.3 ആണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടുന്നത്. അപ്പം അതായത് 1 മോളിന് ആയിരിക്കും 0.3 കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയുണ്ട്? 3 moles ആണുള്ളത്. അപ്പോൾ 3 mol എന്ന് പറയുമ്പോൾ 3 × 0.3 = 0.9 ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടിയത്. അപ്പം നമ്മൾ ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് കാണുക? ഈ 3 molesന്ന് 0.9 മോൾ ഡിസോസിയേറ്റ് ചെയ്ത് പോയില്ലേ. അപ്പോൾ 3 - 0.9 ആണ്. ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും കാണാൻ നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കും. അതായത് സിമ്പിളായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എടുക്കുക. അതായത് 2, 3, 4, 5 അല്ലേ. അപ്പം ഇതിൽ നമുക്കറിയാം 2 gives 3 ആണെങ്കിൽ 2 gives 3 ആണെങ്കിൽ 2ൻ്റെ എത്രയാണ്? 0.9 ആണ് അല്ലേ. 0.9 ആണ്. 0.9 ആകുമ്പോൾ എന്താ പറയുക? 0.9 × 3/2 അല്ലേ. ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.9 ആണ്. 0.9 × 3/2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 1.35. അപ്പം
ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 - 1.35 ആയിരിക്കും. ഇനി ഇവിടെ ഇതിലും നോക്കുകയാണെങ്കിലോ 2 gives 4 ആണ് അല്ലേ? 2 gives 4 എന്ന് പറയുമ്പോൾ എന്താ വരിക? 0.9 gives 0.9 into 4 divided by 2 is equal to 2.25 വരും അല്ലേ? അപ്പോൾ ഇവിടെ 4 - 2.25ഉം അതേപോലെ തന്നെ 5ൻ്റെ കേസിലാണെങ്കിൽ എന്ത് വരും? 5ൻ്റെ കേസിലാണെങ്കിൽ 0.9 into 5/2 എന്ന് വരും. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യാണ്. അപ്പം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 2.1 + 0.65 + 1.8 + 2.25 എന്ന് പറയുമ്പം 6.8 ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.